പോരാട്ടത്തിന്റെ ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു അല്ലേ SFIക്ക്. ഇപ്പോൾ ഈ പുതിയ നേതൃത്വം വരുന്നു, പുതിയ നേതൃത്വ മാറ്റം ഉണ്ടാകുന്നു. ഇനിയുള്ള SFIയുടെ പ്രവർത്തന മികവ് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ടല്ലേ? അതെ, 35ാമത് SFIയുടെ സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ സമ്മേളനം PS സഞ്ജീവിനെ സെക്രട്ടറിയായും M ശിവപ്രസാദിനെ പ്രസിഡന്റായും തെരഞ്ഞെടുക്കുകയാണ്. വർഷ പറഞ്ഞതുപോലെ പുതിയ കാലത്തെ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് ഇരുവരും കൈരളി ന്യൂസിനോട് പറഞ്ഞു. 4 ദിവസമായി തിരുവനന്തപുരത്ത് ചേർന്ന സമ്മേളനമാണ്. 3 പ്രമേയങ്ങളാണ് പാസ്സാക്കിയത്. അതിൽ സർവകലാശാലകളിൽ നടക്കുന്ന കാവ്യവൽക്കരണം മാത്രമല്ല, ഈ യൂണിയനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതടക്കമുള്ള 3 പ്രമേയങ്ങളാണ് ഈ സമ്മേളനത്തിൽ പാസ്സായിട്ടുള്ളത് എന്നും കൂടി. തീർച്ചയായും അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് വർഷ, സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയമാകുക എന്നതുകൂടി അർത്ഥമുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ SFI എന്ന മഹത്തായ വലിയ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്നും നയിച്ച 2 പേർ കൂടിയുണ്ട്, PM ആർഷോയും അനുശ്രീയും. അവരെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ SFI നയിച്ചു എന്നുള്ളത് മാത്രമല്ല, നിരവധി പ്രതിസന്ധികളൊക്കെ വന്ന കാലം കൂടിയാണ്. അപ്പോൾ കരുത്തോടെ ആ പാർട്ടിയെ, പ്രസ്ഥാനത്തെ അവർ പ്രതിരോധിക്കുകയും ചേർത്ത് നിർത്തുകയും ഉണ്ടായി. അതേ കരുത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പുതിയ നേതൃത്വത്തെ അവർ വരവേൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് SFIയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, വിവരങ്ങൾ നോക്കാം. തിരുവനന്തപുരത്ത് AKG ഹാളിലെ അഭിമന്യു ധീരജ് രക്തസാക്ഷി നഗരിയിൽ ചേർന്ന 35ാം സംസ്ഥാന സമ്മേളനമാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തത്. സംസ്ഥാന സെക്രട്ടറിയായി PS സഞ്ജീവും പ്രസിഡന്റായി M ശിവപ്രസാദും ഇനി SFIയെ നയിക്കും. കണ്ണൂർ പാനൂർ സ്വദേശിയായ PS സഞ്ജീവ് നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പാലയാട് ക്യാമ്പസിലെ LLB വിദ്യാർത്ഥിയുമാണ്. ആലപ്പുഴ ചേപ്പാട് സ്വദേശിയായ M ശിവപ്രസാദ് MBA ബിരുദധാരിയും ബിരുദാനന്തര ബിരുദധാരിയുമാണ്. വർത്തമാനകാല പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് സംഘടനയെ നയിക്കുമെന്ന് ഇരുവരും കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ കാലത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, അതിനനുസരിച്ച് കാലാനുസൃതമായ പുതിയ പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങളെ എല്ലാ തരത്തിലും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തിൻ്റെ ഹീനമായിട്ടുള്ള SFIയുടെ പ്രതിച്ഛായയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ്ങുമായും വലിയ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾക്ക് ക്യാമ്പസുകളിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇത്തരം രാഷ്ട്രീയ പ്രവണതകൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സമ്മേളനം 3 പ്രമേയങ്ങൾ പാസാക്കി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ചെറുക്കുക, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക, സ്വകാര്യ സർവകലാശാലകളിൽ സർക്കാർ നിയന്ത്രണവും സാമൂഹ്യനീതിയും ജനാധിപത്യവും ഉറപ്പാക്കുക എന്നിവയാണ് സമ്മേളനം പാസാക്കിയ പ്രമേയങ്ങൾ. 83 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 19 അംഗ സെക്രട്ടേറിയറ്റിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിനിധി സമ്മേളനം ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗുലേരയുമാണ് ഉദ്ഘാടനം ചെയ്തത്. സമ്മേളനത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങും പൂർവ്വ നേതൃസംഗമവും നടന്നു. കടന്നാക്രമണങ്ങളെ ചെറുത്ത് പുതിയ കാലത്തെ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാണ് 35ാമത് SFI സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. തിരുവനന്തപുരത്തുനിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.